ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അങ്ങനെ ജീവൻ രക്ഷിക്കുന്ന ദൗത്യം എല്ലാവരും ചെയ്യില്ലെങ്കിലും കുറച്ചുപേരെ നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുവാണ് ഞാൻ ഇന്ന്. നമുക്ക് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം എത്ര കാലമായി ഈ രംഗത്ത് എന്നൊക്കെ ചോദിക്കാം. നമസ്കാരമുണ്ട്. നമസ്കാരം. ഒന്ന് പേര് പറയാമോ? എന്റെ പേര് അജയ്. അജയ്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എവിടെയായിരുന്നു താമസം? കണ്ണൂർ ജില്ലയില് മാണിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ താമസം. ഇപ്പം അവിടുന്ന് താമസം മാറി പട്ടാഞ്ഞൂരിലേക്ക് മാറിയെങ്കിലും അജയ് മാണിയൂർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്ന പേര് അജയ് മാണിയൂർ അല്ലെ? ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ല പാമ്പ് പിടുത്തമാണെന്ന് പറഞ്ഞില്ല. അപ്പൊ പാമ്പ് പിടുത്തമാണ് മെയിൻ ഹോബിയും, അതുപോലെ എന്താ പറയണ്ടത്, ജീവൻ രക്ഷിക്കുക അല്ലെ? നമ്മളെ ജീവൻ നമ്മൾ നോക്കുന്നില്ല അല്ലെ? ഇല്ല. ശരിക്ക് ജീവൻ പണയം വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ ജീവൻ നോക്കാണ്ടാണ് മറ്റുള്ളവരെ രക്ഷിക്കുന്നത്. അതായത് ഒരു പാമ്പ് വന്ന് വീട്ടിൽ കയറിയാൽ വീട്ടുകാരുടെയും മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ പാമ്പിന്റെ ജീവനും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ? എന്താ ഇതിലേക്ക് വരാനുള്ള കാരണം? ഇതിപ്പോ നമ്മളിപ്പോ എന്ന് വെച്ചാല് മനുഷ്യ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പാമ്പ് എന്നല്ല എല്ലാ ജീവികൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതില് ഞാനിപ്പം എല്ലാ ജീവികളെയും സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ പാമ്പിനെയും സംരക്ഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതില് പൊതുവെ എല്ലാവർക്കും പാമ്പിനോടുള്ള പേടി കാരണം ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് പാമ്പിന്റെയാണ്. അതെ. അതുപോലെ തന്നെ ഈ പാമ്പ് പിടുത്തം പാമ്പ് സംരക്ഷകനാണ് ശരിക്കും. അതിപ്പോ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ തവള പിടുത്തക്കാരെന്ന് പറഞ്ഞാല് തവളയെ കശാപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് തവള പിടുത്തക്കാരെന്ന് പറയുന്നത് അല്ലെ? അപ്പൊ പാമ്പ് പിടുത്തക്കാരനും പാമ്പ് സംരക്ഷകരും തമ്മിൽ കുറെ വലിയ വ്യത്യാസമുണ്ട്. അതെ, പാമ്പിനെ സംരക്ഷിക്കുന്നു, മറ്റേതിനെ പിടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പൊ ഇതിലേക്ക് വരാനുള്ള താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിന അല്ല? എങ്ങനെ? ചെറുപ്പം മുതലേ എല്ലാ ജീവികളെയും സംരക്ഷിക്കും. വീട്ടില് തന്നെ ഒരുപാട് പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പാമ്പിനെയൊക്കെ സംരക്ഷിച്ചിരുന്നത് ഇപ്പൊ ഒരു 5 വർഷത്തിന് കുറച്ച് മുകളിലായിട്ട് പാമ്പിനെയൊക്കെ സംരക്ഷിച്ചു. ചെറുപ്പത്തിലും പാമ്പിനെ പേടിയായിരുന്നു. ഇപ്പം പാമ്പിനെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് പേടി മുഴുവനായിട്ട് പോയിട്ടില്ലെങ്കിലും പേടിയുണ്ട്. എന്നാലും അതിനെ സംരക്ഷിക്കേണ്ട ഒരു കടമ സ്വയം ഏറ്റെടുത്തതാണ്. അപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെ? വീട്ടില് സപ്പോർട്ട് കുറവാണ്, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം പാമ്പ് നമ്മൾക്ക് ആ ഒരു പാമ്പിനെ കുറിച്ചുള്ള അറിവുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു. പക്ഷെ നമ്മള് പൊതുജനങ്ങൾക്ക് പറയുന്ന അതേ അറിവ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, നമ്മളെ വീട്ടിലെ ആ ഒരു അറിവ് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ. പിന്നെ വീട്ടിൽ നിന്ന് മകൻ എപ്പോ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ സഹോദരൻ എപ്പോ ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്നവരെ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ? ഇത് പാമ്പ് എന്ന് പറയുമ്പം ഭയങ്കര വിഷമുള്ള പാമ്പും അല്ലാത്ത ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ആ പ്രശ്നം അവർക്കുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലെ? പിന്നെ ഇപ്പോൾ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഈ പാമ്പ് പിടുത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം പാമ്പ് പിടുത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വർക്കല്ല, അത് എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു സംഘടനയുടെ ബേസിൽ എല്ലാ ജീവികളെയും സംരക്ഷിക്കുന്ന ഒരു സംഘടനയുണ്ട് നമ്മുടെ കണ്ണൂർ തന്നെ. കണ്ണൂർ അഞ്ചരക്കണ്ടി വണ്ടിക്കാരമ്പിടിയില് ഈഗിൾ ഐ എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന. കണ്ണൂർ ജില്ലയിൽ തന്നെ 2 സംഘടനയാണ് ഉള്ളത്. ഒന്ന് മാർക്ക് മലബാർ അവയർനെസ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയും ഈഗിൾ ഐ എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്, ഈ 2 സംഘടനയുടെയും കർത്തവ്യം ഒന്നാണ് ജീവികളെ സംരക്ഷിക്കുക. ജീവികൾ മാത്രമല്ല കാടിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമയുണ്ട്. അപ്പൊ ഫോറസ്റ്റ്, ഫയർഫോഴ്സ് ഇവരൊക്കെ സഹായിക്കലും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ ഒരു പെട്ടെന്നൊരു പൂച്ച കിണറിൽ വീണ കേസും അതുപോലെ തന്നെ മറ്റ് തേനീച്ചക്കൂട്, കടന്നൽക്കൂടിന്റെ ഒക്കെ കേസ് വന്നാൽ ഫയർഫോഴ്സുകാർ നമ്മളെ അറിയിക്കാറുണ്ട്. അവർക്ക് എല്ലാ കോളിനും അവർക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ അവരെ സഹായിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു സംഘടന എഴുതി. നിങ്ങളെ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരാണ്? നമ്മളിപ്പോ സംഘടനയിൽ ഏകദേശം 20ഓളം ആൾക്കാർ. ഇതിന്റെ മെയിൻ ആരാണ്? മെയിൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു സംഘടന രൂപീകരിച്ചത് ഏകദേശം 8 വർഷം മുന്നെയാണ്. അപ്പോ കണ്ണൂരിൽ മുണ്ടേരി സ്വദേശിയായ രഗ്നേഷ് മുണ്ടേരി എന്ന ആളാണ് ഈ ഒരു സംഘടനയുടെ രൂപീകരണം. ഈ സംഘടനയുടെ പ്രസിഡന്റും രഗ്നേഷ് മുണ്ടേരിയാണ്. ആള് ശരിക്കും ഫേമസ് ആളാണല്ലേ? ഫേമസ് ആണ് കണ്ണൂർ ജില്ലയിലെ. അതായത് വലിയ വലിയ ചാനലൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ആളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടും. തീർച്ചയായിട്ടും ആളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ എന്താ പറയാ, ആ ഒരു ഹോബിയായിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ പാമ്പ് പിടുത്ത സമയത്ത് നമ്മള് അങ്ങനത്തെ ഒരു ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവും അല്ലെ? ഈ പിടിക്കാത്ത സമയത്ത്, പാമ്പ് എന്നെയൊന്നും വിളിക്കാത്ത സമയം, നമുക്ക് കോള് വരാത്ത സമയത്ത് നമ്മൾ എവിടെ ഉണ്ടാവും?
പാമ്പിന് ഞാൻ മറ്റേ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിലാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പൊ ഒരുപാട് സ്നേക്ക് ഹാൻഡ്ലിംഗ് വളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും നമ്മളിപ്പോ ഫോറസ്റ്റിന്റെ വളണ്ടിയർ മാത്രമാണ്, ഒരു ഫോറസ്റ്റിന്റെ സ്റ്റാഫ് അല്ല നമ്മള്. ആ ഒരു വളണ്ടിയറിന്റെ ഇതില് പാമ്പിനെ സർട്ടിഫിക്കറ്റോട് അംഗീകരിച്ചത് കൊണ്ട് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു. എല്ലാവരും എന്താ പറയുക, ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 150ഓളം ആൾക്കാരുണ്ട്. എല്ലാവരും മറ്റൊരു ജോലി ചെയ്യുന്നതാണ്. മറ്റു ജോലി ചെയ്യുന്നതിന്റെ ഇടക്കാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പാമ്പ് എന്ന് പറയുമ്പോ എല്ലാം പേടി തന്നെയാണ്. ആദ്യത്തെ പേടി തീർത്ത് എങ്ങനെയായിരുന്നു? ആദ്യത്തെ പേടി എന്ന് പറഞ്ഞത്, ആദ്യമായിട്ട് ഈ പാമ്പിനെ കാണുമ്പോൾ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. ഇതുപോലെ ഒരു പാമ്പിന്റെ ക്ലാസ്സിന് പോയ സമയത്ത് എന്റെ കയ്യില് ആദ്യം പാമ്പിനെ വെച്ചിരുന്നു. അത് മണ്ണൂലി എന്ന് പറയുന്ന പാമ്പ. വിഷമില്ലാത്തതാന്ന് തോന്നുന്നു. വിഷമില്ലാത്ത ഒരു പാമ്പാണ്, പക്ഷെ കണ്ടാൽ പേടിക്കും. ഇരുതലയും പാമ്പ് എന്നൊക്കെ പറയുന്ന ഒരു പാമ്പ്. നല്ല വണ്ണമുള്ള വാല് വരെ, വാലും തലയും ഏകദേശം ഒരുപോലെ ഇരുതലയം എന്നൊക്കെ പറയും, മണ്ണൂലി എന്ന് പറയും. ആ പാമ്പിനെയാണ് ആദ്യം പിടിച്ചത്. പിന്നീട് ഓരോ പാമ്പിനെയും പിടിക്കുമ്പം പേടി മാറി. പിന്നെ വിഷപ്പാമ്പിന് മൂർക്കലിലാണ് തുടക്കം. അങ്ങനെ ഓരോ പാമ്പിനും. ഇപ്പം അണലിയെ പിടിക്കുകയാണെങ്കിൽ ഇപ്പോഴും പേടി തന്നെയാണ്. കാരണം അണലിയെ എങ്ങനെ ചാടിക്കടിക്കുന്നു നമുക്ക് ഒരിക്കലും ചാടി വരും. അതെ, 365 ഡിഗ്രി എങ്ങോട്ട് വേണമെങ്കിലും ചാടിക്കടിക്കും അണലി. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും അന്നും ഇന്നും അണലിയെ പിടിക്കുമ്പോൾ എന്നാലും റിസ്ക് ചെയ്യും ഞാൻ. എത്ര വലിയ സിറ്റുവേഷൻ ആയാലും എല്ലാ ജീവികളും രക്ഷിക്കേണ്ട കടമയുള്ളത് കൊണ്ട്, അത്രയും അപകടകാരി ആയാലും അതിനെ നമ്മൾ സംരക്ഷിക്കണം. അതുകൊണ്ട് അണലിയെ സംരക്ഷിക്കും. പേടിയുണ്ട് ആ ഒരു പാമ്പിനെ. പേടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം പാമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. ചെറിയ നീർക്കോലി ആയാലും ഞാനൊന്നും കൈകൊണ്ട് തൊട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയ വിഷമുള്ള പാമ്പ് രാജവെമ്പാലയാണെന്ന്, അല്ലെ? അതെ. ശരിക്ക് ഏറ്റവും കൂടുതൽ വിഷം അതിനാണോ ഉള്ളത്? രാജവെമ്പാല എന്താ വെച്ചാല്, രാജവെമ്പാല എന്താ പറയാ, ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്. അതുകൊണ്ടാണ് ദ കിങ് കോബ്ര എന്ന് പറയുന്നത്. അതായത് നീളം കൂടിയ വിഷപ്പാമ്പ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നമ്പർ 1 വിഷപ്പാമ്പ് വളയർപ്പാനാണ്. ഈ വളയർപ്പ എന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഉണ്ട്? അതായത് പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിയിലോ എങ്ങനെ? അതെ. ഇപ്പൊ അധികം ആൾക്കാർ തെറ്റിദ്ധാരണ. വളയർപ്പാൻ വെള്ളിക്കൊട്ടെന്ന് പറഞ്ഞ സാധനമാണോ? ഇതല്ല, വളയർപ്പാൻ വേറെയാണോ? ഈ വളയർപ്പാൻ ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഓരോ പേര് പറഞ്ഞത്. വെള്ളിക്കെട്ടൻ തന്നെയാണ് വളയർപ്പാൻ. വളയർപ്പാന് പേര് ശംഖുവരനും വളയർപ്പാനാണ്. അതുമല്ല, ശംഖുവരൻ, വളയർപ്പാൻ, വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അത് ഓരോ സ്ഥലത്ത് ഓരോരുത്തർ വിളിക്കുന്ന പേര് മാത്രം. കുറെ ഹൈറ്റിലോ മറ്റോ ഇങ്ങനെ നിൽക്കുന്നു എന്തൊക്കെ? അത് ഇല്ല, കുറെ ഹൈറ്റിൽ നിൽക്കുന്നത്, കുത്തനെ നിൽക്കുന്നത് രാജവെമ്പാലയാണ്. വളയർപ്പാൻ തിരിച്ചറിയാന്ന് വെച്ചാൽ, വളയർപ്പാൻ വിഷമുള്ള പാമ്പും വളയർപ്പാന്റെ സാമ്യമുള്ള വിഷമില്ലാത്ത പാമ്പും ഉണ്ട്. അധികം വീട്ടിനകത്ത് കാണപ്പെടുന്ന ഒരു പാമ്പാണ് വിഷമില്ലാത്തൊരു ചുമർപ്പാമ്പ്, ചെന്നൈത്തലയം പാമ്പ് എന്നൊക്കെ പറയും. അത് അധികം ആൾക്കാരും വിഷപ്പാമ്പാണ് വളർപ്പാവനാന്ന് വിചാരിച്ചിട്ട് അധികം ആൾക്കാർ ആ സാധു പാമ്പിന് ടച്ച് ചെയ്യും. അത് വീട്ടിനകത്ത് എത്ര വലിയ ലക്ഷറി ഹോമായാലും അത് വീട്ടിനകത്ത് ഇടയ്ക്ക് ഉണ്ടാവും. അത് പല്ലികളൊക്കെ കഴിക്കാൻ വരുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വളയർപ്പാവ് അല്ലെ ശംഖുവരൻ എന്ന് പറഞ്ഞാൽ കടിച്ചാല് എത്ര പെട്ടെന്ന് വിഷം കയറും? അത് പഴമക്കാരെ അതിന് പറയുന്ന 8 വീരൻ എന്നൊക്കെ പറയും ആ പാമ്പിനാ. 8 വീരൻ. പിന്നെ 8 നടക്കുന്നവർക്ക് മരണപ്പെടാം, അല്ലെ വളയെണ്ണി മരണപ്പെടാൻ പറയും. അത് ആ പാമ്പ് കടിച്ചാൽ ബ്രെയിൻ ഡെത്താ സംഭവിക്കുക. പാമ്പ് കടിച്ചാൽ കടിച്ച അടയാളമോ കടിച്ച വേദനയോ ഉണ്ടാകത്തില്ല ആ പാമ്പ് കടിച്ചാൽ. അപ്പോ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മുള്ളു തട്ടിയ പോലെ നമുക്ക് തോന്നുന്നില്ല. നടന്നുകൊണ്ടിരിക്കും നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുക. ബ്രെയിൻ ഡെത്താണ് സംഭവിക്കുക. പിന്നെ ഈ അതുപോലെ തന്നെ മൂർഖൻ കടിച്ചാൽ ഏതിനെ ആദ്യം നമ്മളെ ശരീരത്തിലെ ഏത് അവയവത്തിനെ ആദ്യം? മൂർഖൻ കടിച്ചാൽ നമ്മളെ ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. ഹാർട്ടിനെ. അതേപോലെ തന്നെ രാജവെമ്പാല കടിച്ചാണെങ്കിൽ? രാജവെമ്പാല കടിച്ചാലും രാജവെമ്പാലന്റെയും മൂർഖന്റെയും വിഷം ഒന്നാണ്. അളവ് കൂടുതലും രാജവെമ്പാലക്ക് അളവ് കൂടുതലുണ്ട്. നമ്മളോട് ഏതെങ്കിലും ഒരു എതിർകക്ഷി വന്നാല് ചീറ്റുന്ന കാണാല് ഈ രാജവെമ്പാല. അത് വിഷം ചീറ്റലല്ല, അത് ശബ്ദം ഉണ്ടാക്കിയിട്ട് പേടിപ്പിക്കുന്നത്. സ്പ്രേ ചെയ്യുന്ന അത് ഇന്ത്യയിൽ ഇല്ല. അത് എന്താ പറയാ, നമ്മുടെ വിഷം ചീറ്റുന്ന പാമ്പൊക്കെ ഇന്ത്യയിലില്ല. ഇന്ത്യക്ക് പുറത്തുള്ള വനങ്ങളിൽ അല്ലെ? നമ്മൾ കുറെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പം ബ്ലാക്ക് മാമ്പ പോലത്തുള്ള പാമ്പുകളൊക്കെ ഇന്ത്യയിലില്ലല്ലോ. ബ്ലാക്ക് മാമ്പയ്ക്ക് ഉഗ്രവിഷമുള്ള വിഷം ചീറ്റുന്ന പാമ്പാണ്. അതുപോലെ ഇപ്പം ഏറ്റവും റിസ്ക് പിടിച്ച പാമ്പ് കൊടുത്തത് ഏതായിരുന്നു? ഏറ്റവും റിസ്ക് പിടിച്ചത് അണലി തന്നെയാണ്. അണലി.
അത് തന്നെയാണ്. അണലി ഒരുപാട് തവണ അണലിന്റെ എന്താ പറയാ തലനാര് ഇടക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് കടിയുന്നില്ല. അതായത് ചാടിയിട്ട് കൈയുടെ ഈ ഒരു പൊസിഷനിൽ വരെ എത്തിയിട്ട് പോയിട്ടുണ്ട്. അതേപോലെ എത്ര രാജവെമ്പാല പിടിച്ചിട്ടുണ്ട്? രാജവെമ്പാല പിടിച്ചത് എന്താ വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സംഘടനയുടെ രഗ്നീഷ് മുണ്ടരി. അപ്പൊ പുള്ളിയാണ് ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാജവെമ്പാലനെ റെസ്ക്യൂ ചെയ്തത് പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ പോയിട്ടാണ് രാജവെമ്പാലനെ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഏകദേശം ഒരു 2-3 പ്രാവശ്യം തന്നെ ഒറ്റക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു രാജവെമ്പാലൻ? പേടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു പാമ്പാണ് രാജവെമ്പാല. നമുക്ക് കേൾക്കുമ്പോൾ ഭയമുള്ള രാജവെമ്പാല എല്ലാവർക്കും പിടിക്കാൻ പറ്റണമെന്നില്ല. കാരണം രാജവെമ്പാല കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു പാമ്പാണ്. അല്ല, നമ്മളെ സ്പീഡ് മൂവ്മെന്റിനനുസരിച്ചിട്ട് രാജവെമ്പാലനെ കൈകാര്യം ചെയ്യാൻ കഴിയും. നമുക്ക് ആ രാജവെമ്പാല നീങ്ങുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് കടി വീഴും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പം അമ്മയുണ്ട്, ആന്റി, ആപ്പൻ, അമ്മമ്മ. അനിയൻ പാലക്കാടാണ്. അനിയൻ ഇപ്പൊ മൊബൈൽ ടെക്നീഷ്യനാണ് ചെയ്യുന്നത്. കൂട്ടുകുടുംബം, പഴയ കാലത്തെ കൂട്ടുകുടുംബം. നല്ല രസമല്ലേ? അപ്പൊ അവരുടെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങോട്ട് മാറി പാമ്പ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് എന്റെ കൂടെ വരാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഓരോരുത്തർ ഓരോ തൊഴിൽ മേഖലയായിട്ട് അവരെല്ലാരും ഇങ്ങനെ ഓരോ ഭാഗത്തായതുകൊണ്ട് ഇന്നും കുറെ സൗഹൃദങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട്. കാരണം കുറെ ആൾക്കാർക്ക് ഇത് താല്പര്യമാണ്. പിന്നെ ആദ്യം തന്നെ ഒരു പാമ്പിനെ നമ്മൾ കണ്ടാൽ എന്തൊക്കെയാണത് സൂക്ഷിക്കേണ്ടത്, നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്? ഇപ്പൊ നമ്മളെ വീട്ടിലൊരു പാമ്പിനെ കണ്ടെന്ന് വെച്ചോ, പാമ്പ് ചെറിയ പാമ്പല്ല, മൂർഖനെ തന്നെ കണ്ടെന്ന് വെച്ചോ, എന്താണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്? അതായത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വരുന്നത് അതുവരെ. പാമ്പിനെ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ആ പാമ്പ് എവിടെയാണ് നിൽക്കുന്നത്, അത് എങ്ങോട്ട് പോകുന്നത്, അത് നമ്മൾ നോക്കി വെക്കണം. കാരണം അത് നോക്കുന്ന സമയം കൊണ്ട് തന്നെ റെസ്ക്യൂറായ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. ആ കോണ്ടാക്ട് ചെയ്യുമ്പോഴും പാമ്പ് അവിടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. കാരണം നമ്മളിപ്പോ അധികം ആൾക്കാരും ചെയ്യുന്നതാണ്, പാമ്പിനെ കണ്ട ഉടനെ നമ്മളെ വിളിക്കും. അവര് നമ്മളെ വിളിക്കാൻ പറ്റുന്ന ചിലപ്പോൾ വീടിനകത്തേക്ക് പോകും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയിക്കും, മാറും. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് പാമ്പ് അവിടെ ഉണ്ടാവില്ല, പാമ്പ് പോയിട്ടുണ്ടാവും. അത് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പൊ അധികം ആൾക്കാരോട് നമ്മൾ പാമ്പ് അവിടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവിടുന്ന് വേറെ എവിടെയും പോകുന്നില്ല എന്നൊരു ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള സമയത്ത് അത് നമ്മൾ കൺഫേം ചെയ്യാൻ അവരോട് പറയും, പാമ്പ് അവിടെ തന്നെ ഉണ്ട്, നോക്കി നിൽക്കണം, നമ്മൾ വരുന്നത് വരെ നോക്കി നിൽക്കണം, അതുവരെ അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പാമ്പ് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ പരിസരത്ത് വന്നാലും മാളത്തിൽ കയറിയിട്ട് അവിടെ 2 ആഴ്ച അല്ലെ 1 മാസം അങ്ങനെ സ്റ്റേ ചെയ്യാറുണ്ട്. അത് ഉള്ളതാണോ? അത് എന്താന്ന് വെച്ചാല് ഇപ്പം ആ ഒരു ആഹാരം കഴിച്ച പാമ്പാണെങ്കിൽ അതിന് നീങ്ങാൻ, അതായത് സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പാമ്പ് കുറച്ച് ദഹിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ചു കാലം അവിടെ നിൽക്കും. അതല്ലാത്ത സ്ഥലത്ത് പാമ്പ് ഉപ്പുളി കഴിക്കുക, പടം പൊളിക്കുക എന്നൊക്കെ പറയും. ആ സമയത്ത് പാമ്പിന് കാഴ്ച ശക്തി നഷ്ടപ്പെടും. കാരണം ഈ ഉപ്പുളി കഴിക്കുന്ന സമയത്ത് ഇത് കണ്ണൊക്കെ മൂടിയിട്ടുണ്ടാവും. ആ ഒരു സമയത്തും പാമ്പ് എവിടെയും പോവാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാമ്പ് അവിടെ വിട്ടുപോകും. അല്ലാതെ ഒരു പാമ്പും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല അല്ലെ? ഈ പാമ്പല്ലാതെ വേറെന്തൊക്കെ രക്ഷപ്പെടുത്തും? പന്നി അല്ലെങ്കിൽ മുള്ളം പന്നി. പാമ്പല്ലാതെ അപകടം പറ്റിയ എല്ലാ ജീവികളും സംരക്ഷിക്കും. അതായത് ഇപ്പം വീടിനകത്ത് സീലിംഗ്, ഇപ്പൊ അധികം കോള് വരുന്നത് സീലിംഗിനകത്ത് എന്ന് പറയുന്നത്, ആ ഒരു ജീവി വീടിന്റെ അകത്ത് സീലിംഗിനകത്ത് വന്നാല് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ അതിന്റെ കാഷ്ടവും അതിന്റെ ഇതൊക്കെ കാരണം സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സീലിംഗിൽ നിന്ന് അതിനെ ജീവനോടെ തന്നെ അതിനെ റെസ്ക്യൂ ചെയ്ത് ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ കിണറിൽ വീണ പൂച്ച, അങ്ങനെ എല്ലാ ജീവികളും സംരക്ഷിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മൂർഖനെല്ലാം പിടിച്ചിട്ട് തൊട്ടടുത്ത കാട്ടില് വിടാറുണ്ട് എന്ന് പറയുന്നു ആൾക്കാർ പറയുന്നു. അതെ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? നമ്മളിപ്പം വിഷപ്പാമ്പ് ശരിക്കും പറഞ്ഞാല് നമ്മൾ പാമ്പിനെ പിടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ തെറ്റാണ്. പക്ഷെ ജനങ്ങൾക്ക് ഭീതിയുള്ളത് കൊണ്ട് വിഷപ്പാമ്പിനെ നമ്മൾ ഉൾക്കാട്ടിലാണ് കൊണ്ടുപോകുന്നത്. ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്ത് വിഷപ്പാമ്പിനെ കൊണ്ടുപോകും. വിഷം ഇല്ലാത്ത പാമ്പിനെ നമ്മൾ പിടിക്കാൻ തന്നെ പാടില്ല. ശരിക്കും പറഞ്ഞു ജനങ്ങൾക്ക് ഭീതി ഉള്ളത് കൊണ്ട് അതിന് തൊട്ടടുത്തേക്ക് വിടും. ആ ഒരു വിഷം ചിലപ്പോൾ ഇപ്പൊ പെരുമ്പാമ്പിനെ അധികം ആൾക്കാർ റോഡിൽ കണ്ടിട്ടൊക്കെ വിളിക്കാറുണ്ട്. പെരുമ്പാമ്പ് എന്നൊരു വന്യജീവി സംരക്ഷണ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വെച്ചിട്ട് ഷെഡ്യൂൾഡ് 1-ലാക്കിയിട്ട് സംരക്ഷിക്കുന്ന ഒരു പാമ്പാണ് പെരുമ്പാമ്പ്. അതിനെ ശരിക്കും നമ്മൾ അതിന്റെ സഞ്ചാരം തടഞ്ഞാൽ തന്നെ അത് കുറ്റകരമാണ്.
അപ്പൊ അങ്ങനെയുള്ള പെരുമ്പാമ്പ് വീടിന്റെ ചുറ്റുമതിലിനകത്തുണ്ടെങ്കിൽ അതിനെ പിടിച്ച് പുറത്തിടുവാന്നാണ് നിയമപ്രകാരം നമുക്ക് പറ്റുക. അപ്പോൾ അത് എന്ത് ചെയ്യും, ജനങ്ങൾക്ക് വീതി ഉള്ളതുകൊണ്ട് അവിടുന്ന് പിടിച്ചിട്ട് കുറച്ച് തൊട്ടടുത്ത് ഒരു 300 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിന് നമ്മളൊക്കെ പെരുമ്പാമ്പിനെ കൊടുക്കും. പിന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും അംഗീകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മൊമെന്റോസോ ഇല്ല ഇല്ല, അല്ലെങ്കിൽ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ക്ഷണിക്കപ്പെട്ട ഒട്ടനവധി ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ഇതുവരെ ഇതിൽ പെട്ടിട്ടൊന്നുമില്ല. ശരിക്ക് അങ്ങനെയാണ് വേണ്ടത്. അതായത് നമ്മുടെ ജീവനും അതേപോലെ തന്നെ സഹജീവികളുടെ ജീവനും ഒക്കെ രക്ഷിക്കുന്ന, സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ഇങ്ങനെ രക്ഷിക്കുന്ന ഇവരെയൊക്കെയാണ് നമ്മൾ അതിഥിയായിട്ട് വിളിക്കേണ്ടതും മൊമെന്റ് കൊടുക്കേണ്ടതും. അതുപോലെ ഒരു ഷോപ്പ് ഉദ്ഘാടനം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങളെപ്പോലത്തെ ആളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സ്വന്തം ജീവൻ മറന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ അംഗീകാരങ്ങൾ കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ശമ്പളത്തിന്റെ കാര്യം ചോദിക്കാനും പറയാനും പാടില്ല. എങ്കിലും വളരെ ചെറിയൊരു ശമ്പളമാണ് നമുക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പാമ്പ് പിടിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എന്തെങ്കിലും ചില്ലറ കൊടുക്കണമെന്ന് നമ്മളെപ്പോലത്തെ ആൾക്കാർ പറയുമ്പോൾ അവര് പറയുന്ന കേട്ടിട്ടുണ്ട്. അവർക്കൊന്നും കൊടുക്കേണ്ട, ശമ്പളം ഇഷ്ടം പോലെ ഉണ്ട് എന്ന്. സത്യത്തിൽ ശമ്പളം വളരെ കുറവാണ്. അതുപോലെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോയാൽ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഇത് ശമ്പളം ഇല്ല. അതെ, ഇത് ഫോറസ്റ്റിന്റെ വളണ്ടിയർ മാത്രമാണ്. മുമ്പുണ്ടായിരുന്നു, അതായത് ഫോറസ്റ്റിന്റെ താൽക്കാലിക വാച്ചർ എന്ന നിലയിൽ മുന്നേ ഉണ്ടായിരുന്നു. അതായത് ഒരു 2 വർഷം മുന്നേയൊക്കെ മർസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് ഇത്ര പൈസ ഓരോ റേഞ്ച് ഓഫീസിലേക്കും പോകും. അതിൻ്റെ അന്ന് ചെറിയൊരു പൈസ നമ്മൾ ഇതുപോലെയുള്ള, അന്നേരം പാമ്പ് പിടിക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഒട്ടനവധി വളണ്ടിയർ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈഫണ്ട് കൊടുക്കുന്നത് നിർത്തിവെച്ചു. ഇപ്പം ആ ഒരു സ്റ്റൈഫണ്ട് ഇല്ല. ഇപ്പൊ ഒരുപാട് ഇപ്പൊ കണ്ണൂരിൽ തന്നെ 150ഓളം ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ 1000-ലധികം ആൾക്കാരുണ്ട് പാമ്പിനെ പിടിക്കാൻ. അവരൊക്കെ വളണ്ടിയർ ഉള്ളത് കൊണ്ട് ആ ഒരു സംഭവം നിർത്തിവെച്ചതുകൊണ്ട് എല്ലാവരും വളണ്ടിയർ സേവനം ചെയ്തു. ശരിക്കും എൻ്റെ അഭിപ്രായം വലിയൊരു ശമ്പളം ഇവർക്ക് നിയമിക്കണം എന്നാണ്. വലിയൊരു എമൗണ്ട്. സ്വന്തം ജീവനാണ് പ്രശ്നമില്ലാതെ മറ്റുള്ള ആളെ രക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, സിംഹകാലം കുരങ്ങിനെ ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ്. അപ്പൊ അത് വരുന്നായിരുന്നു. അത് മയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിനകത്തേക്ക് വന്നിട്ട് വിളിച്ചതാണ്. അതെന്ന് വെച്ചാല് ആരും ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല. കാരണം ഹനുമാൻ കുരങ്ങ് നമ്മൾ ഇവിടെ ഒന്നും ഇല്ല. ഉൾക്കാട്ടില് വയനാടൊക്കെയാ ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നതാവാം, ഏതെങ്കിലും വണ്ടിയിൽ കയറി വന്നതാവാം. അപ്പൊ ഒരു ഉപദ്രവമൊന്നും ഇല്ലായിരുന്നു, സാധുവായിരുന്നു. അപ്പൊ നമ്മളതിനെ അതായത് നമ്മളെ റേഞ്ച് ഓഫീസറെ വിവരം അറിയിച്ച് നമ്മളതിനെ അതിനെ പിടിച്ച് നമ്മുടെ സംഘടനയുടെ ഓഫീസിൽ വെച്ചു. സംഘടനയുടെ ഓഫീസിൽ വെച്ചിട്ട് അതിന്റെ 2ാമത്തെ ദിവസം തന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അതിനുശേഷം ആറളത്തുനിന്ന് RRT വന്നിട്ട് അതിനെ കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. ഒരുപാട് ഈ വീഡിയോ ഒരുപാട് ലോങ് ആവുന്നതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ പിന്നെ ഈ കാണുന്ന പ്രേക്ഷകരോട്, അതായത് പാമ്പിനെ കണ്ടാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവെല്ലാം ഉണ്ട്. ഈ ബാബ സുരേഷിനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അറിവുണ്ട്. എങ്കിലും അജയിന്റെ ഭാഗത്തുനിന്ന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ഒറ്റ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവികളും കൊല്ലാൻ പാടില്ല. അത് മാത്രമേ പറയുള്ളൂ. അത് ഞാനായിക്കോട്ടെ എല്ലാരും പറഞ്ഞത് അതുകൊണ്ട് നമുക്കുള്ള അവകാശം അവർക്ക്. നമുക്ക് ഈ ഭൂമിയുടെ അവകാശികൾ നമ്മളല്ല, അവരാണ്. അവരുടെ സ്ഥലത്താണ് നമ്മള് അവരുടെ സ്ഥലം കൈകേറി നമ്മളവിടെ ജീവിക്കുന്നത്. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് ഒരു തൊഴിലുറപ്പുകാര് വയക്ക് നിൽക്കാൻ പാമ്പുണ്ടായിട്ട്, പെരുമ്പാമ്പുണ്ടായിട്ട് പിടിക്കാൻ പോയി. ഇപ്പൊ അടുത്ത് മിനിഞ്ഞാണ്. അപ്പൊ അവിടെ പോയിട്ട് പാമ്പിനെ പിടിച്ചപ്പോ അവര് പറഞ്ഞു, ഇത് എന്റെ പറമ്പാണ്, എന്റെ പറമ്പിൽ. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ പറമ്പാന്ന് നിങ്ങൾ പറയുന്നല്ലേ, ഇവരാണ് ഇവിടുത്തെ ശരിക്കും അവകാശി, ഭൂമിയുടെ അവകാശി അല്ലെ. അപ്പോൾ ഇതേപോലെ ഒരുപാട് പാമ്പുകളെ രക്ഷകനായിട്ടും അതുപോലെ മറ്റുള്ള ജീവികളുടെ രക്ഷകനായിട്ടും തുടരാനുള്ള അവസരം ഉണ്ടാകട്ടെ. മറ്റു തരത്തിലുള്ളവർ ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ. അതായത് പാമ്പ് കടിയേൽക്കുക അല്ലെ പന്നിയുടെ കുത്തുകേൽക്കുക അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കെന്തായാലും വീണ്ടും ഇങ്ങനെ കാണാം. വീഡിയോയിലല്ലെങ്കിലും ഇതേപോലെ ഒരുപാട് ചാനലിൽ തീർച്ചയായിട്ടും അജയിനെ കാണാൻ പറ്റും എന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നമുക്കെന്തായാലും ഒരിക്കൽ കൂടി പിന്നീട് കാണാം അല്ലേ?